ദൃശ്യം 2 കഴിഞ്ഞ് ദൃശ്യം 3യിലും കാസ്റ്റ് ചെയ്യപ്പെടുവോ അല്ലെങ്കിൽ വരുമോ എന്നൊക്കെ ഒരു ഐഡിയ ഇല്ല. ഈ ഇതിനകത്ത് ഒരുപാട് ട്വിസ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് സ്ക്രിപ്റ്റും നമ്മുടെ കയ്യിൽ തരത്തില്ല. പിള്ളേര് തന്നെ അസോസിയേറ്റ്സ് പിള്ളേര് നമ്മുടെ അടുത്ത് ക്യാരവനിൽ വന്നിരിക്കും, മാം വായിച്ചിട്ട് തരാൻ പറയുള്ളൂ. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളോട് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഷാജോൻ ചേട്ടൻ്റെ ഒക്കെ സിനിമയിലുണ്ടാവും. ഈവൻ ഷാജോൻ ചേട്ടൻ സെറ്റിൽ വന്നത് നമുക്ക് കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾക്കും സെറ്റിൽ വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു അദ്ദേഹം സിനിമയിലുണ്ടെന്ന്. തൊപ്പിയൊക്കെ വെച്ച് മാസ്ക് വെച്ച് ഒരു കൂളിംഗ് ഗ്ലാസും വെക്കും. ലോകത്ത് ആർക്കും പറയാൻ പറ്റില്ല അത് ഷാജോൻ ചേട്ടനാണെന്ന്. താമസിക്കുന്നിടത്തൊക്കെ അങ്ങനെയായിരുന്നു, ആർക്കും അറിയണ്ടായിരുന്നില്ല. നമുക്ക് ആ വരുമ്പോ ഭയങ്കര റെസ്പെക്റ്റ് ആണ് അവിടെ. ഒരാളും അനാവശ്യമായിട്ട് സംസാരിക്കത്തൊന്നുമില്ല, പിൻ ഡ്രോപ്പ് സൈലന്റ് ആണ്. അത് അദ്ദേഹത്തോടുള്ള റെസ്പെക്ട് കൂടിയിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പക്ഷെ നമുക്ക് ഭയങ്കര നല്ലതാണ്, അദ്ദേഹത്തിനും അറിയാം കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും അങ്ങനെയൊക്കെ. അപ്പം ഞങ്ങളിങ്ങനെ ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ ടെൻഷനായിട്ട്, കാരണം എന്തോ ഒരു ഡയലോഗിൻ്റെ പേരിൽ നമുക്ക് ആ സെറ്റിലുള്ള ആൾക്കാരെ ചീത്ത പറഞ്ഞു. അത് കണ്ടപ്പോൾ എനിക്ക് ടെൻഷനായിട്ട് ഞാൻ നമുക്ക് ഡയലോഗ് പറഞ്ഞു. അപ്പനോട് ചോദിച്ചോട്ടോ അതിൻ്റെ ഡയലോഗ് പറഞ്ഞ പിന്നെ ഞാൻ എന്ത് പറയും? ഞാൻ പറഞ്ഞു ഹലോ എവ്രി വൺ. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് രഞ്ജിനി ജോർജ് ആണ്. ഹലോ. സുഖമായിട്ടിരിക്കുന്നു. ദൃശ്യമാണ് ആദ്യത്തെ മൂവി അല്ലേ, ദൃശ്യം 2. എനിക്ക് തോന്നുന്നു ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ ഭാഗമാവാൻ പറ്റി എന്നുള്ളത് വലിയ കാര്യം, കരിയറിൽ തന്നെ വലിയൊരു കാര്യമാണ്. എന്റെ ആദ്യത്തെ സിനിമ ദൃശ്യം 2 ആണ്. ആദ്യത്തെ ക്യാമറ എന്ന് പറയുന്നത് ജിത്തി ജോസഫ് സാറിന്റെ ക്യാമറ. ആ ഡിറക്ഷനില് ലാലേട്ടന്റെയും മീന മാമിന്റെയും ഓപ്പോസിറ്റ് ഇരിക്കുന്നതാണ്. അത് ഭയങ്കര ഒരു വലിയ ബ്ലെസ്സിങ് അല്ലേ? അതെ അതെ. ആസ് ആൻ ആർട്ടിസ്റ്റ് ആദ്യത്തെ സീൻ എന്ന് പറയുന്നത് അത്ര വലിയ കലാകാരന്മാരുടെ കൂടെയും അത്ര റിനൗണ്ട് ആയിട്ടുള്ള ഡയറക്ടറേയും കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വലിയ ബ്ലെസ്സിങ് ആണ്. ഓൾ ക്രെഡിറ്റ് ടു ലോർഡ്. ഓഡിഷൻ വഴിയാണ്. അപ്പം ജിത്തി സാറിന് ഇങ്ങനെ പ്രൊഫൈൽ അയച്ചു കൊടുത്തു, ഇങ്ങനെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് ഓഡിഷൻ ചാൻസ് തരാമോന്നല്ല, ഓഡിഷൻ തരാമോന്നാണ് ചോദിച്ചത്. എനിക്കൊന്ന് ഒരു 6-7 മാസം മുമ്പാണ്. അപ്പൊ ഈ ദൃശ്യം ഒന്നും നമുക്കറിയില്ല ഓഡിഷൻ. അപ്പൊ ഞാനൊരു ഹിന്ദി ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അതിനെനിക്ക് ഇൻസ്റ്റയിൽ അയച്ചതാണോ? അല്ല, വാട്സപ്പിൽ അയച്ചത്. അപ്പൊ ഈ ഷോർട്ട് ഫിലിം ചെയ്ത ടീം അതിനെനിക്ക് 3 അവാർഡ് കിട്ടിയിരുന്നു. ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ഷോർട്ട് ഫിലിമിന്. ഒരു ഹിന്ദി ആയിരുന്നു, അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് ഞാൻ ആക്ച്വലി. അപ്പൊ ഹാപ്പൻ ടു ബി ആക്ടിങ് ഇൻ ദാറ്റ്. അങ്ങനെ അപ്പൊ അവരിൽ നിന്ന് നമ്പർ കിട്ടിയപ്പോൾ അയച്ചു കൊടുത്തതാണ്. പക്ഷെ ഒരു 6-7 മാസം കഴിഞ്ഞിട്ട് സാർ അത് ഓർത്തിരുന്ന് ഓഡിഷന് വിളിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഓർക്കാൻ മാത്രം അത് ഒന്നും ഉണ്ടായിട്ടായിരിക്കില്ല. അപ്പം ഞാൻ ഇങ്ങനെ അയച്ചു കൊടുത്തു. അപ്പൊ ഒരുപക്ഷെ ഇറ്റ് വാസ് മെന്റ് ടു ബി ഫോർ മീ ആ ക്യാരക്ടർ. അപ്പൊ ആ ക്യാരക്ടർ തന്നെയായിരുന്നു ആക്ച്വലി ഓഡിഷൻ വെച്ചിരുന്നത്. അല്ല, അത് സത്യം പറഞ്ഞാൽ വലിയൊരു ബ്ലെസ്സിംഗ് ആണ്, കാരണം കുറേ പ്രൊഫൈൽസ് കിട്ടുന്നതായിരിക്കും. പിന്നെ പ്രൊഫൈൽ കൺസിഡർ ചെയ്യാൻ ഒരു കാരണം എന്ന് പറയുന്നത്, ഞാൻ കൂത്താട്ടുകുളത്ത് മേരിഗിരി സ്കൂളിൽ ഞാനന്ന് പഠിപ്പിക്കുന്നുണ്ട്. സാറിന്റെ മക്കൾ അവിടെയായിരുന്നു പഠിച്ചിരുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന സമയത്തല്ല, അതിനു മുമ്പ്. അപ്പം ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ ഇന്ന സ്കൂളിലെ ടീച്ചറാന്ന് പറഞ്ഞാണല്ലോ, അപ്പൊ അതിന്റെ ഒരു കൺസിഡറേഷൻ ഉണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. പിന്നെ പഠിച്ച സ്കൂളിലാണ്. അപ്പോൾ അവര് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ബൈ പ്രൊഫഷൻ നേഴ്സാണോ ടീച്ചറാണോ? നേഴ്സുമാണ് ടീച്ചറുമാണ്, രണ്ടുമാണ്. പഠിച്ച് നേഴ്സായിട്ട് ജോലി ചെയ്യായിരുന്നു. ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടില്ല, ഇംഗ്ലണ്ടിലും സൗദിയിലും ഒക്കെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2012 തിരിച്ച് നാട്ടിൽ വന്നതാണ്. പിന്നെ ഡിഗ്രി എടുത്ത് സ്കൂളിൽ ജോയിൻ ചെയ്തതാ. സ്കൂളിൽ 2 വർഷം വർക്ക് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ IELTS പഠിപ്പിക്കുന്നുണ്ടായിരുന്നു 16 മുതല്. കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം ഡ്രോപ്പ് ചെയ്തു. നമ്മുടെ ഇഷ്ടം സിനിമയാണ്. അപ്പോ വീട്ടിൽ നിന്ന് എന്തായാലും ഒരു പ്രൊഫഷൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണോ ഈ നഴ്സിംഗ് ഒക്കെ പഠിച്ച് അങ്ങനെ? ഒബ്വിയസ്ലി സിനിമയിൽ വരുന്ന ഒത്തിരി ലേറ്റ് ആയിട്ടുള്ളൂ. ദൃശ്യം 2 2021 അപ്പൊ അതിന് മുമ്പ് നമുക്ക് ജോബ് വേണമല്ലോ. അതെ സ്കൂളിങ് കോളേജ് കഴിഞ്ഞപ്പോൾ നഴ്സിംഗിന് പോയി, എൻ്റെ അങ്ങനെ വർക്ക് ചെയ്ത് പോയി. പിന്നെ കല്യാണം കഴിഞ്ഞു. ഇതൊരു ആഗ്രഹമായിട്ട് മനസ്സിൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുമല്ലോ. നമ്മൾ സിനിമ കാണുമ്പോഴൊക്കെ എല്ലാവരും ആഗ്രഹിക്കും അല്ലെ, സിനിമയുടെ പാട്ടാവണമെന്ന്. ലോകത്തെല്ലാ മനുഷ്യരെല്ലാവരും പറഞ്ഞ കള്ളമാണ്, ആരെങ്കിലും പറഞ്ഞാൽ അത് കള്ളമാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ അങ്ങനെ അതൊരു മനസ്സിൽ കിടന്ന ആഗ്രഹമാണ്. അത് പിന്നീട് 2019 ഞാനിവിടെ IELTS പഠിപ്പിക്കുന്ന സമയത്ത് മിസ്സിസ് മലയാളി എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അത് ഞാൻ എന്റെ ടൈറ്റിൽ വിന്നറായിരുന്നു ഞാൻ 2019. അപ്പൊ അതൊരു കാര്യമാണ്. അങ്ങനെയാണ് ഷോർട്ട് ഫിലിമിലേക്ക് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. അതങ്ങനെ അങ്ങനെ വന്നതാണ്. ഇപ്പൊ ടൈറ്റിൽ വിന്നർ ആയി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നോർമലി നമ്മളൊരു വീട്ടമ്മയായി വീട്ടിലെ കാര്യങ്ങൾ കൂടെ പ്രൊഫഷൻ അങ്ങനെ കൊണ്ടുപോയിരുന്നു. അപ്പൊ അതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തോന്നിയ ഒരു മൊമെന്റ് ഏതായിരുന്നു? അത് വെറുതെ ഇങ്ങനെ ഒരു എന്താണ് പറയാ, ബ്രോഷർ കണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തതാണ്. അപ്പൊ ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരാളെ അവർ ചൂസ് ചെയ്യാം. ഐ ബിലോങ്സ് ടു കോട്ടയം. അങ്ങനെ അപ്പൊ അത് വിൻ ചെയ്യുന്ന വിചാരിച്ചൊന്നുമില്ല, ചുമ്മാ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് ഓർത്തുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്. പക്ഷേ അത് വിൻ ചെയ്തു. മേ ബി അഗൈൻ ഇറ്റ് വാസ് മെന്റ് ടു ബി ഫോർ മീ. പിന്നെ അതിന്റെ മിസ് സൗത്ത് ഇന്ത്യ പോയി, മിസ് ഇന്ത്യ വേൾഡ് വൈഡ് ഗ്രീസിൽ പോയി. അവിടെ ഞാൻ സബ് ടൈറ്റിൽ വിൻ ചെയ്തു. എന്നിട്ട് തിരിച്ചു വന്നിട്ടാണ്
പിന്നെ മൂവിയിൽ വരുന്നത്. ഓക്കെ. എന്തെങ്കിലും നമ്മൾ തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചാൽ അത് നമുക്ക് കിട്ടും എന്നാണ് പറയാ. അങ്ങനെ ആഗ്രഹിച്ചു വന്നതായിരിക്കാം സിനിമ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ കൂടെ മോഡലിംഗ് മോഡലിംഗ് എടുക്കാം. അത് ഇത് കഴിഞ്ഞതിൽ പിന്നെ നമ്മൾ എന്താണ് പറയാ, ബ്യൂട്ടി പാജന്റിനൊക്കെ ജഡ്ജായിട്ട് പോകും, ഗ്രൂം ചെയ്യാൻ വേണ്ടി പോകും, കൊറിയോഗ്രഫി ചെയ്യാൻ വേണ്ടി, അങ്ങനെയൊക്കെ പോകാറുണ്ടായിരുന്നു. അല്ല, ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഇഷ്ടത്തിന്റെ ഒരു തുടക്കം അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം ഓപ്പൺ ആയി കിട്ടിയത് ഈ ഒരു വിന്നർ ആവുന്നതിലൂടെ. തീർച്ചയായിട്ടും ബേസിക് അവിടെ നിന്നാണ്. അപ്പോഴാണല്ലോ നമുക്കൊരു കോൺഫിഡന്റ് ആവുക. താൻ ആരാണെന്ന് ചോദിച്ചാൽ പറയാൻ നമുക്കൊരു, അപ്പാർട്ട് ഫ്രം ജോബ് വേറെ എന്തെങ്കിലും വേണമല്ലോ, അതൊരു കാരണം തന്നെയാണ്. അല്ല, ഞാൻ സിനിമയിലേക്ക് പോവാണെങ്കിൽ സിനിമ തിരഞ്ഞെടുക്കുകയാണെന്ന് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ദൃശ്യത്തിന്റെ ഓഡിഷന് പോകുന്ന സമയത്ത് എനിക്ക് 2 ആൺകുട്ടികളാണ്. അന്ന് മൂത്തയാള് 9th പഠിക്കുന്നത്. അപ്പം ഇങ്ങനെ ഓഡിഷന് പോകുന്ന സമയത്ത് ദൃശ്യമാണെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ അപ്പം നമുക്ക് എല്ലായിടത്തും വന്നിട്ടുണ്ട്, ജിത്തു ജോസഫ് സാർ ഇങ്ങനെ സിനിമ ചെയ്യുന്നുണ്ട്, ദൃശ്യം 2 പാട്ട് ഇറങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ പോകാൻ നേരത്തെ എന്നോട് മൂത്ത മോൻ പറഞ്ഞിരുന്നു, അമ്മ നന്നായി ചെയ്യണം, ചിലപ്പോൾ സിനിമ ദൃശ്യമാണെങ്കിലോ എന്ന് പറഞ്ഞ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെയാണ് സിനിമയിൽ പോകുന്നത്. പിന്നെ ഹസ്ബൻഡ് ആള് ഗൾഫിലാണ്. ആള് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്. ഇപ്പൊ അബുദാബിയിലാണ്, അന്ന് മസ്കറ്റിലായിരുന്നു. ആള് സിനിമ എന്നുള്ളതല്ല, നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഉണ്ട്. അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരാളല്ല. ആദ്യം മുതലേ സിനിമ എന്ന് പറയുന്ന ഒരു കാര്യമല്ല, ആദ്യം മുതലേ തന്നെ അങ്ങനത്തെ ഒരാളല്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് എന്താണോ അത് ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ ട്രസ്റ്റ് ഇഷ്യൂസ് ഒന്നും ഉള്ള ആളെ അല്ല ആള്. കുറച്ച് ലേറ്റ് ആയി പോയി സിനിമയിൽ വരാൻ. നമുക്ക് അങ്ങനെ പരിചയമുള്ളവരൊന്നും ആരും അങ്ങനെ ഇല്ലല്ലോ. അതിലേക്കൊരു വരാനൊരു കാരണം വേണമല്ലോ. അങ്ങനെ കാരണത്തിലേക്ക് എത്താൻ നമുക്ക് പരിചയത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിലോ ഇടുക്കിയിലോ അങ്ങനെ ആർക്കും നമുക്ക് സിനിമക്കാരുമായിട്ട് ബന്ധം ബാക്ക്ഗ്രൗണ്ട് വരുന്നില്ല, നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ടായിരിക്കും വന്നത്. ഓക്കെ. ആ ഒരു വന്ന ശേഷം സത്യം പറഞ്ഞ സ്ട്രഗിള് മനസ്സിലാക്കാൻ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. എങ്ങനെയാണ് അത് സർവൈവ് ചെയ്ത് പോകുന്നത്? എനിക്ക് തോന്നുന്നത് നമുക്കെന്ന് പറഞ്ഞിട്ടൊരു സ്ഥാനം, ചില സിനിമകൾ നമുക്ക് കാസ്റ്റ് ചെയ്തിട്ട് ആ സിനിമകൾ പോകും. അപ്പൊ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും, ദൈവമേ അതിനകത്ത് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഒരു പക്ഷെ എന്റെ കാരണം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവിടുത്തെ കാരണം കൊണ്ടായിരിക്കാം. ബട്ട് അത് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ചെയ്യാതിരുന്നത് എത്ര നന്നായി എന്നുള്ളത്. അപ്പൊ നമ്മൾ ഹിന്ദിക്കാർ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, ഹർ ദാനെ മേ ഖാനെ വാലോക്കോ നാം ലിഖായ എന്ന് പറഞ്ഞാൽ ഓരോ അരിമണിയിലും അത് ആര് കഴിക്കണം എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്ന് പറഞ്ഞ പോലെ ഓരോ ക്യാരക്ടറും മനസ്സിലായി അത് ഏത് ആർട്ടിസ്റ്റിനുള്ളതാണെന്നുള്ളത് അത് നിശ്ചയിക്കപ്പെട്ടതാണ്. അതാണ്. പിന്നെ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇപ്പോഴും ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഗരുഡൻ സിനിമ വരെ ഞാൻ ഓഡിഷന് പോയിട്ടുണ്ട്. ഗരുഡനാണ് എനിക്കൊന്ന് ലാസ്റ്റ് ഓഡിഷന് പോയ സിനിമ. ഇത്രയും സിനിമകൾ 15 സിനിമ കഴിഞ്ഞിട്ടാണ് ഗരുഡൻ ചെയ്യുന്നത്. അതിനും ഞാൻ ഓഡിഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കങ്ങനെ നമ്മൾക്കാരും വിളിച്ച് നമുക്ക് എന്നെ ചെയ്തത് കൊണ്ട് ചെയ്യുന്നു പറയാൻ പറ്റത്തില്ല. നമുക്കുള്ള നമ്മൾ തപ്പി തന്നെ കണ്ടുപിടിക്കണം, ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ നമുക്കിപ്പോ സിനിമയില് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് സിനിമയിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ് കാണും. യു ഗോട്ട് ടു ബി വെരി വിജിലന്റ് ദാറ്റ് ശരിക്കും ആരാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഉണ്ടാവണം. ഏറ്റവും നല്ലത് ഡയറക്ടേഴ്സിന് ഡയറക്റ്റ് നമ്മുടെ പ്രൊഫൈൽ അയച്ചു കൊടുക്കുക. ഡയറക്ടേഴ്സിന്റെ നമ്പറൊക്കെ സിനിമക്കാർ ആരെങ്കിലും വിളിച്ച് ഉറപ്പായിട്ടും കിട്ടും. അവർക്ക് പ്രൊഫൈൽ അയച്ചു കൊടുക്കുക. അത് നമുക്കുള്ളാണെങ്കിൽ അവർ വിളിക്കും. അതാണ് സത്യം. അല്ല, ഇപ്പൊ ഫേക്ക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഒത്തിരി പേര് ഇപ്പൊ അത് സിനിമക്കാരങ്ങനെ നമ്മളെങ്ങനെ പത്രത്തിലൊക്കെ കാണത്തില്ലേ, അങ്ങനെ പറഞ്ഞ് പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ്. അത് നമ്മളൊന്ന് ശരിക്കും ഒന്ന് ഗൂഗിളൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം. ഇപ്പൊ ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരാളുടെ പേരൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യണം. അപ്പൊ അദ്ദേഹം ചെയ്ത സിനിമകൾ അറിയാൻ പറ്റും. ഇപ്പൊ ഈവൻ പ്രൊഡക്ഷൻ കൺട്രോളുടെ വരേക്കും പേരുകൾ നല്ല സിനിമകളിൽ ആ ലിസ്റ്റിലുണ്ടാവും. കാസ്റ്റ് ആൻഡ് ക്രൂവിലൊക്കെ ഉണ്ടാവും പ്രൊഡക്ഷൻ ടീമൊക്കെ എടുത്താൽ. അപ്പൊ അങ്ങനെ ഒരാൾ ശരിക്കും വർക്ക് ചെയ്തിട്ടുള്ളതാണോ എന്ന് ചിന്തിക്കാനുള്ള വിവേകമൊക്കെ പിള്ളേർക്ക് ഉണ്ടാവണം. അപ്പൊ പോയാൽ അത്രയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ആളുകൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അത് ഏത് ക്യാരക്ടറിന്റെ ഒരു പേരിലായിരിക്കും അറിയുന്നത്? പ്രേമലു ചെയ്തപ്പം കുറെ പേരൊക്കെ എന്നെ റെക്കഗ്നൈസ് ചെയ്തിരുന്നു. കളങ്കാവല് ചെയ്തപ്പം കുറെ അധികം പേര് റെക്കഗ്നൈസ് ചെയ്തിരുന്നു. ഐ തിങ്ക് ഏറ്റവും കൂടുതൽ ദൃശ്യം തന്നെയായിരിക്കും. എങ്കിലും എല്ലാ ആൾക്കാരെയും ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കാണുന്ന അത്രയും ഇപ്പോഴും ഞാൻ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഫാന്റസി എന്ന് പറയുന്ന ആ പോയിന്റാണ്. നമ്മളെ ആൾക്കാർ ആർട്ടിസ്റ്റായിട്ട് അംഗീകരിക്കുക, ഇന്ന ക്യാരക്ടർ വെച്ചത് അത് ഇന്ന ആളാണല്ലോ എന്ന് പറയപ്പെടുന്ന അതുണ്ടല്ലോ, അതാണ് ശരിക്കും ഒരു ആർട്ടിസ്റ്റിന്റെ ലൈഫിലെ ഏറ്റവും വലിയ എന്താണ് പറയുക ഭയങ്കര സന്തോഷം തരുന്ന ഒരു പോയിന്റ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾക്കാരുടെ പ്രൈവസി നഷ്ടപ്പെടും. അതൊക്കെ നുണയാണ് ശരിക്കും. ആ പ്രൈവസി നഷ്ടപ്പെടാനാണ് ആൾക്കാർ ഈ കഷ്ടപ്പാടെല്ലാം കഴിക്കുന്നത്. അത് ഒരു പോയിന്റ് കഴിയുമ്പോ ചിലപ്പോൾ മേ ബി അതൊരു ലാലേട്ടന് ഇപ്പൊ ഒരു കഫേയിൽ വന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല. പക്ഷെ ലാലേട്ടനോടുള്ള ആൾക്കാർ കാണിക്കുന്നതെല്ലാം സ്നേഹമാണ്. ഏത് മനുഷ്യനാണ് സ്നേഹം വേണ്ടെന്ന് വെക്കുക? ഒബ്വിയസ്ലി പബ്ലിക്കിൽ പോകാൻ പറ്റില്ലെങ്കിലും അതൊരു ഭയങ്കര സ്നേഹമല്ലേ. ഇപ്പൊ മമ്മൂക്കായ്ക്കോ ലാലേട്ടനോ അല്ലെങ്കിൽ സിനിമയിലുള്ള ഇപ്പൊ മഞ്ജു ചേച്ചി ചുമ്മാ ഇറങ്ങി നമുക്ക് എവിടെ നടക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരോട് ഭയങ്കര ആൾക്കാർക്ക് ഒരു സ്നേഹമല്ലേ. ആ സ്നേഹം എത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിലേക്ക് ആർട്ടിസ്റ്റ് വരണം.
അതല്ലേ അതിന്റെ ഒരു കറക്റ്റ്. അങ്ങനെ ഇപ്പൊ ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ കൂടെയാണല്ലോ. അപ്പൊ ഫ്രണ്ടിൽ ലാലേട്ടൻ ഇരിക്കുന്നു, മീന മാം ഇരിക്കുന്നു, അൻസിബ. അപ്പൊ എല്ലാവരും ഭയങ്കര ആക്ടേഴ്സ് ആണ്. അപ്പൊ ആ ഒരു മൊമെന്റ് എങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു? അപ്പൊ എന്നോട് ഈ ഓഡിഷന് പോകുന്ന സമയത്ത് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് അന്ന് ജിത്തു സാറിന്റെ വീട്ടിലാണ് ഓഡിഷൻ നടക്കുന്നത്. അപ്പൊ സാറിന്റെ വീടിന്റെ അടുത്ത് തന്നെ വേറൊരു ബിൽഡിംഗ് അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ അസോസിയേറ്റ്സ് എല്ലാവരും താമസിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഓഡിഷൻ തരുമ്പോൾ ഇതേ ക്യാരക്ടറാണ് തന്നത്. അപ്പൊ ഓപ്പോസിറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് 2 അസോസിയേറ്റ് പിള്ളേരെയാ തന്നത്. ഇതിപ്പോ ലാലേട്ടനും മീനമ്മയാന്ന് വിചാരിച്ചോളൂ, അങ്ങനെ പെർഫോം ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ എന്നോട് ഈ ഓഡിഷൻ കഴിഞ്ഞപ്പോ പറഞ്ഞു, ഈ ക്യാരക്ടർ താൻ തന്നെ ചെയ്താൽ മതി, അപ്പൊ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അവരാന്ന് വിചാരിച്ചോളെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കളമശ്ശേരിയിലായിരുന്നു ഷൂട്ട്. അപ്പൊ രാവിലെ ഒരു 8:30 ആയി സെറ്റിൽ. അന്നേരം വരാൻ പറഞ്ഞു ചെന്നു. അപ്പൊ കോവിഡ് ടൈമാണ്. അപ്പൊ നമുക്ക് ആൾക്കാരുമായിട്ടൊന്നും സമ്പർക്കം പാടില്ലാത്ത സമയം അത്. എല്ലാരും മാസ്ക് ഒക്കെ വെച്ചിട്ടാ. അപ്പൊ നമ്മള് കൊണ്ട് പൊസിഷനൊക്കെ ഇങ്ങനെ ഇരുത്തിയിരിക്കുവാണേ. അപ്പൊ ഓപ്പോസിറ്റ് ലാലേട്ടനും മിനിമം വന്നിരിക്കുമല്ലോ. അവിടെ ഇരുന്ന സമയത്ത് എനിക്ക് ജിത്തു സാർ എന്നോട് അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഏതെങ്കിലും ഒരു പോയിന്റിൽ തനിക്ക് ടെൻഷൻ തോന്നിയാൽ forget about that മോഹൻലാൽ ആൻഡ് മീന സിറ്റിംഗ് in front of you, think about ജോർജ് കുട്ടി ആൻഡ് റാണി. അങ്ങനെ പറഞ്ഞു. പിന്നെ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു നടന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അദ്ദേഹത്തിന് അറിയാം, മമ്മൂക്കയ്ക്കും അങ്ങനെയാണ് കേട്ടോ, അറിയാം ഇവരൊക്കെ സിനിമകളൊന്നും ചെയ്തിട്ടുള്ള ആൾക്കാരല്ല, ഉറപ്പായിട്ടും നമുക്കൊരു പകപ്പൊക്കെ ഉണ്ടാവും, മുമ്പിൽ വരും എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു ഭയങ്കര ഒരു ഗ്രേസ് എന്താന്ന് വെച്ചാല് നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കാൻ സംസാരിക്കും, ജോക്കൊക്കെ പറയും. അതിനൊന്നും എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. ഒരു 5 മിനിറ്റ് മുമ്പ് പുള്ളിയും അവിടെ ഒന്ന് പ്ലേസ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പൊ എനിക്കൊന്നും ഒരു പക്ഷേ എന്റെ ടെൻഷൻ കണ്ടിട്ടായിരിക്കാം അറിയില്ല, അങ്ങനെ കംഫർട്ടബിൾ ആയി നമ്മളോട് സംസാരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ഇരിക്കും. പിന്നെ ടേക്ക് പറയുന്ന സമയത്ത് എത്രയൊക്കെ നമ്മൾ ഹൈഡ് ചെയ്തെന്ന് വെച്ചാലും മോഹൻലാൽ എന്ന് പറയുന്ന നടന വിസ്മയം, അത് സത്യം തന്നെയാണല്ലോ, നമുക്ക് പ്രശ്നം വരും. പിന്നെ അത് വാസ് എ വെരി ലെങ്തി ഡയലോഗ് ആയിരുന്നു ദൃശ്യം 2. അത് ഒറ്റ ടേക്കുവാണത്. ലൈക്ക് കട്ട് ചെയ്ത് എടുത്തതല്ല. പിന്നെ അത് നമുക്ക് റിയാക്ഷൻ മാത്രമേയാണ് അതിന് ക്ലോസ് എടുത്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ടെൻഷനൊക്കെ നമുക്കുണ്ട്. അവിടെ വന്നപ്പോ ലാലേട്ടനൊരു ഡയലോഗ് മാറ്റുകയും ചെയ്തു. നമ്മളാണെങ്കിൽ പഠിച്ചു വെച്ച് പോയിരിക്കുന്നതാണല്ലോ. പക്ഷെ നമ്മളങ്ങനെ, അപ്പൊ ആ ഒരു പോയിന്റ് എത്തിയപ്പോ എനിക്ക് പ്രശ്നമായി ലാലേട്ടനാന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു ജോർജ് കുട്ടിയും റാണിയും, ഞാനൊരു ഡോക്ടറാണല്ലോ, എന്റെ അടുത്ത് അവരവരുടെ മകളെ പറ്റി കൺസേൺ ആയിട്ട് വന്നിരിക്കുന്നതാണ്. ആ പോയിന്റിൽ മാറിയ പിന്നെ നമുക്കൊരു ടെൻഷനില്ല. അങ്ങനെ ഈ ഡയലോഗ്സ് ഒക്കെ പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ ടൈം എടുത്ത് പഠിക്കുന്ന ഒരാളാണോ? ഡയലോഗ്സ് പെട്ടെന്ന് പഠിക്കുന്ന ആളാണ്, പെട്ടെന്ന് സംസാരിക്കുകയും ചെയ്യും, അതൊരു പ്രശ്നവുമാണ്. അങ്ങനെ അതങ്ങനെ ഫ്ലോയിൽ പഠിക്കുമ്പോൾ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാല് നമ്മളിങ്ങനെ ആദ്യം പോലെ പഠിച്ചുകൊണ്ട് വരികയായിരിക്കുമല്ലോ, പിന്നെ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ അങ്ങ് വരും. വേറെ ആരെങ്കിലും മാറ്റി കഴിയുമ്പോ അത് ഇച്ചിരി കോൺഷ്യസ് ആയാൽ മതി. ഡയലോഗ് പഠിക്കാൻ വലിയ പ്രശ്നം ദൈവം വെച്ചില്ല, പെട്ടെന്ന് പഠിക്കാം. ദൃശ്യം 2 ദൃശ്യം 3 കാസ്റ്റ് ചെയ്യപ്പെടുവോ അല്ലെങ്കിൽ വരുമോ എന്നൊക്കെ ഒരു ഐഡിയ ഇല്ല, ഒരൈഡിയ ഇല്ല. അപ്പം സിദ്ധു പനക്കൽ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് പ്രൊഡക്ഷൻ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കൺട്രോളറാണ്. സിദ്ധുവേട്ടനാണ് വിളിക്കുന്നത്. അപ്പൊ സിദ്ധുവേട്ടൻ ക്യാരക്ടറിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. രഞ്ജിനി 5 ദിവസത്തെ വർക്കുണ്ട്, ഇന്നതാണ് ഡേറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഡേറ്റ് പല പ്രാവശ്യം ഷഫിലായിരുന്നു. ഓരോ പ്രാവശ്യം അവരും ജിതുവേട്ടന അങ്ങനെ സിദ്ധുവേട്ടൻ അയക്കും, ഡേറ്റ് ഇതാണ് കേട്ടോ, മാറിയിട്ടുണ്ട്, ബ്ലോക്ക് ചെയ്യണമെന്ന് പറയും. അപ്പൊ നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ക്യാരക്ടർ സെയിം ആയിരിക്കും, നമുക്ക് ഗസ് ചെയ്യാമല്ലോ, കാരണം 2 കണ്ടിന്യൂവേഷൻ ആകുമ്പോൾ ഉറപ്പായിട്ടും ആയിരിക്കും. അപ്പം അങ്ങനെ. അപ്പൊ ഇതിനകത്ത് തോന്നിയൊരു പ്രത്യേകത, ഇതിനകത്ത് ഒരുപാട് ട്വിസ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് സ്ക്രിപ്റ്റും നമ്മുടെ കയ്യിൽ തരത്തില്ല. പിള്ളേര് തന്നെ അസോസിയേറ്റ്സ് പിള്ളേര് നമ്മുടെ അടുത്ത് ക്യാരവനിൽ വന്നിരിക്കും, മാം വായിച്ചിട്ട് തരാൻ പറയുള്ളൂ. നമ്മുടെ പോർഷൻ മാത്രം നമുക്ക് തന്നിട്ട് അത് നമ്മുടെ കയ്യിൽ പിടിക്കാൻ അവർ തരില്ല. കാരണം ഈ സീനിന്റെ തൊട്ട് മുമ്പിലുള്ള ഒരു സീനും ഇത് കഴിഞ്ഞ ശേഷം ഈ തൊട്ടടുത്ത സീനല്ല, ഇത് കഴിഞ്ഞ ശേഷമുള്ളൊരു സ്റ്റോറിയുടെ ഒരു ചെറിയ അതിനകത്തുണ്ടാവും. സോ അത് ലീക്കായി പോരുന്നവർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ അപ്പൊ എന്റെ കുഞ്ഞുങ്ങളോട് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഷാജോൻ ചേട്ടൻ്റെ ഒക്കെ സിനിമയിൽ ഉണ്ടാവും, ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അതൊരു വീട്ടിൽ പോലും ഒരാളോട് നമ്മൾ ഷെയർ ചെയ്യാറില്ല, കാരണം അത് സിനിമ അങ്ങനെയാണല്ലോ. അപ്പം എന്നോട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ചോദിച്ചു അമ്മ ഈ പ്രാവശ്യം സഹദേവൻ ഉണ്ടാവും? ഇല്ലില്ല, അത് ഫസ്റ്റ് പാർട്ടിൽ പോയി എന്നാ പറഞ്ഞിരുന്നത്. ഈവൻ ഷാജോൻ ചേട്ടൻ സെറ്റിൽ വന്നത് നമുക്ക് കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾക്കും സെറ്റിൽ വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു അദ്ദേഹം സിനിമയിലുണ്ടെന്ന്. കാരണം ഷോർട്സും ടീഷർട്ടും ഒക്കെ ഇട്ടിട്ട് തൊപ്പിയൊക്കെ വെച്ച് മാസ്ക് വെച്ച് ഒരു കൂളിംഗ് ഗ്ലാസും വെക്കും. ലോകത്ത് ആർക്കും പറയാൻ പറ്റില്ല അത് ഷാജോൻ ചേട്ടനാണെന്ന്. താമസിക്കുന്നിടത്തൊക്കെ അങ്ങനെയായിരുന്നു തോന്നുന്നു, ആർക്കും അറിയണ്ടായിരുന്നില്ല. അത് അത്രയും നമ്മള്
അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് അതെ, ഫീൽ അതെ. ചെയ്തത്. ആ ഒരു എലമെന്റ് നമുക്ക് കിട്ടിയത് അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ കുറച്ച് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ദൃശ്യം 3 സ്ക്രിപ്റ്റ് ഒക്കെ കുറച്ചും കൂടെ ഭയങ്കരമായിട്ടേ അങ്ങനെയുണ്ട്. പക്ഷെ ജിത്തു സാർ അതൊന്നും പറയത്തില്ല. ഒരാളോട് പറയരുന്നു അങ്ങനെയൊന്നും സാർ പറയത്തില്ല. പക്ഷെ സാറിന്റെ സിനിമകൾ ആരും അങ്ങനെ ഒരു ആർട്ടിസ്റ്റുകളും അത് ഷെയർ ചെയ്യത്തില്ല. ആരും പറയാതെ തന്നെ ചെയ്യത്തില്ല. ഓക്കെ. അപ്പൊ ഇത് ചെയ്ത് കഴിയുന്ന സമയത്തും നമുക്കിങ്ങനെ ഈ സിനിമ വരുമ്പോ ഇത്ര ഇങ്ങനെ പലയിടത്താണ് നമ്മളെ പ്ലേസ് ചെയ്യുന്നത്, സൈക്കോളജിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒന്നും നമുക്ക് അന്നേരം അറിയത്തില്ല. ശരിക്കും പറഞ്ഞാല് അത് ഈ സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ ലിൻഡേച്ചിയോട് പറഞ്ഞു, ലിൻഡേച്ചി ജിത്ത് സാറിന്റെ വൈഫിനോട് പറഞ്ഞു, നല്ല ക്യാരക്ടറാണെന്ന് തോന്നുമല്ലോ ആന്നങ്ങനെ പറഞ്ഞു. ലിൻഡേച്ചിയായിട്ട് നല്ല കൂട്ടാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ അതൊരു ബ്ലെസ്സിങ്. പക്ഷെ സിനിമ ഇറങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാല് എന്താണ് നമ്മൾ ചെയ്തു അതെ നമുക്കറിയാൻ പറ്റുള്ളൂ. ഓക്കെ. ഫാമിലി ആയിട്ട് പോയിട്ടാണോ സിനിമ കണ്ടത്? ഞാൻ മോനും കൂടെ പോയിട്ടാ സിനിമ കണ്ടത്. മൂത്ത ആള് പഠിക്കുന്നത് പഞ്ചാബിലാണ്, ഓക്കെ. ഹസ്ബൻഡ് അബുദാബിയിലാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാനും ഇളയ ആളും കൂടെ പോയിട്ട് സിനിമ കണ്ടത്. ഓക്കെ. എല്ലാവരുടെയും അഭിപ്രായം എന്തായിരുന്നു ഫാമിലിയുടെ? വലിയ സന്തോഷമല്ലേ നമുക്ക്, അതായത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം. എനിക്കൊന്ന് അക്രോസ് ദ ഗ്ലോബ് എന്നെ അറിയാവുന്ന കൂടെ പഠിച്ചവരും സ്കൂളിലും കോളേജിലും പഠിച്ചവരും ഇത്രയും ഫോൺ കോൾസ് ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. അത്ര ഫോൺ കോൾസും മെസ്സേജസും വന്നിട്ടുണ്ട്. ലാലേട്ടൻ കഴിഞ്ഞപ്പോ അതുപോലെ തന്നെ മമ്മൂക്ക, ഇപ്പൊ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന 2 ശക്തമായ ആളുകളാണല്ലോ. കളങ്കാവലില് ഭാഗമാവാൻ കഴിഞ്ഞു. അതെങ്ങനെ ഓഡിഷൻ വഴി തന്നെയായിരുന്നു? അത് ഓഡിഷൻ അല്ല, ശരിക്കും പറഞ്ഞാല് ജിതിൻ സാറിന് ഞാൻ പ്രൊഫൈൽ അയച്ചു കൊടുത്തു, ഇങ്ങനെ ചെയ്താന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വർക്ക് ചെയ്തൊരു സിനിമയിലെ അസോസിയേറ്റ് ജിതിൻ സാറിന്റെ നമ്പർ തന്നത്. അദ്ദേഹത്തിന്റെ ഡെബ്യൂട്ട് മൂവി, അദ്ദേഹത്തെ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ പ്രേമലുവിന്റെ പാട്ടൊക്കെ ഇട്ടുകൊടുത്തു. അപ്പൊ ജിതിൻ സാറ് വിളിച്ചു. വിളിക്കാനുള്ള കാരണം ആ സിനിമയിലെ കുറച്ച് ഒരു നൈറ്റ് ഡ്രസ് ആണല്ലോ, അങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടില്ല. അപ്പൊ ആ ക്യാരക്ടറിനെ പറ്റി പറയാനാണ് വിളിച്ചത്. അപ്പൊ അത് ഇതാണ്, ഇങ്ങനെ ഒരു ഉണ്ട്, ആ വേഷം കമ്പൽസറി ആയിട്ടും വേണം. അതെന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് കുറച്ച് റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലെ ബിലോങ്സ് ആണെന്ന് കാണിക്കാൻ, അല്ലാതെ എനിക്ക് അറിയില്ല എന്തിനാണ്. കാരണം പലതരം സ്ത്രീകളാണല്ലോ, പ്രോബബ്ലി അതായിരിക്കും. അപ്പൊ അങ്ങനെ വേണമെന്ന് പറഞ്ഞു. അത് മാത്രമേ നമുക്കറിയൂ. അതും ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ ഇത്രയും വലിയ സംഭവമാണെന്നോ ഇത്ര പേരുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. എല്ലാവരോടും പറയുന്നത് മമ്മൂക്കയുടെ ഹീറോയിൻ ആയിട്ടാണ്. ഞങ്ങൾ 22 പേരോടും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാന്നുള്ളതാണ്. അപ്പൊ നമ്മളോട് പറയും വളരെ ചെറിയൊരു ഇതാണ് എന്നൊക്കെ പറയും. അങ്ങനെ പോയിട്ട് ഒരു സീൻ കാക്കനാടും ഒരു സീൻ ചോറ്റാനിക്കരയായിരുന്നു. അങ്ങനെ മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റിൽ കയറി വരുമ്പോൾ സെറ്റൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര വൈബ്രന്റ് ആണ്. മമ്മൂക്ക വരുമ്പോ ഭയങ്കര റെസ്പെക്റ്റ് ആണ് അവിടെ. ഒരാളും അനാവശ്യമായിട്ട് സംസാരിക്കത്തൊന്നുമില്ല, പിൻ ഡ്രോപ്പ് സൈലന്റ് ആണ്. അത് അദ്ദേഹത്തോടുള്ള ഒരു റെസ്പെക്ട് കൂടിയിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പക്ഷെ മമ്മൂക്കയും ഭയങ്കര നല്ലതാണ്, അദ്ദേഹത്തിനും അറിയാം കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും അങ്ങനെയൊക്കെ. അപ്പൊ ഞങ്ങളിങ്ങനെ ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ ടെൻഷനായിട്ട്, കാരണം എന്തോ ഒരു ഡയലോഗിന്റെ പേരിൽ നമുക്ക് സെറ്റിലുള്ള ആൾക്കാരെ ചീത്ത പറഞ്ഞു, അസോസിയേറ്റ്സിനൊക്കെ. അപ്പം അത് കണ്ടപ്പോ എനിക്ക് ടെൻഷനായിട്ട് ഞാൻ മമ്മൂക്ക ഡയലോഗ് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചേട്ടോ താൻ എന്റെ ഡയലോഗ് പറഞ്ഞ പിന്നെ ഞാൻ എന്ത് പറയും? ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ. പഠിക്കുമ്പോ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ എല്ലാം പഠിച്ചു വെക്കുകയോ? പിന്നെ അല്ല, നമ്മൾ അത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്നറിയാവോ, അത് ചിലപ്പോ ആള് ഡയലോഗ് മാറ്റിയായിരിക്കും പറയുന്നത്. നമുക്ക് അതുപോലെ ഡിറ്റോ എന്ന് പറഞ്ഞോണമെന്നില്ല, അതിനോട് ആപ്റ്റായിട്ടുള്ള വേറെയൊക്കെ പറയും. അപ്പൊ നമ്മൾ അതിന് വേറെ പറഞ്ഞത് എന്തിനും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒബ്വിയസ്ലി രണ്ടുപേരുടെയും നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാ. ചിലപ്പോ കറക്റ്റ് സ്ക്രിപ്റ്റ് ഒന്നും എനിക്കൊന്ന് കളങ്കാവലൊന്നും ഭയങ്കര പക്ക എഴുതി വെച്ച പോലെ അല്ല പറഞ്ഞിരിക്കുന്നത്. അത് സംസാരിക്കുമ്പോ അങ്ങനെ വരുന്ന രീതിയിലെ ടോണൊക്കെ അങ്ങനെ. അപ്പൊ നമ്മൾ അതും അറിഞ്ഞിരിക്കണം. ആ ടെൻഷൻ അങ്ങനെ മാറി കിട്ടി അവിടെ. ആ ഷുഗർ ഒക്കെ നോക്കുന്ന ഒരു സീൻ അതല്ലേ വരുന്നത്? അതെ ഷുഗർ നോക്കുന്നത്. കളങ്കാവിൽ ഇറങ്ങിയ ശേഷം കുറച്ചുകൂടി റെക്കഗ്നിഷൻ കിട്ടി. കുറച്ചും കൂടെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള, ഞാനാണല്ലോ നമ്മളിലാണല്ലോ പാറ്റേൺ മാറുന്നത്. ബാക്കി ആൾക്കാരെല്ലാം ഓൺ സ്പോട്ട് മരിക്കുവാണല്ലോ, ഞാനാണല്ലോ 4 ദിവസം കഴിഞ്ഞ് മരിക്കുന്നത് അറ്റാക്ക് വന്ന്. അപ്പൊ ഇതിനകത്ത് ഇതുണ്ട് എന്നുള്ളത് പറയുന്ന പാറ്റേൺ തുടങ്ങുന്നത് എന്റെ അടുത്ത് നിന്നാണ്. അങ്ങനെ അപ്പൊ അത് ഈ പറഞ്ഞ പോലെ സിനിമയിലുള്ള ഒത്തിരി പേരും പിന്നെ നമ്മുടെ ബന്ധുക്കളൊക്കെ വിളിച്ചിരുന്നു. എന്നാലും ദൃശ്യമാണ് കുറച്ചും കൂടെ ഒബ്വിയസ്ലി. കാരണം അത് അത്രയും നല്ലൊരു ഫ്രാഞ്ചൈസി ആണല്ലോ. മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ആസിഫ് അലി, അതിനൊക്കെ മുമ്പാണ് സുരേഷ് ഗോപി. പിന്നെ ഒരു ഇഷ്ടംപോലെ സുരേഷ് ഗോപി ചേട്ടനും ആണ് മറ്റേ ഗരുഡനകത്ത് എന്റെ ഫേവറേറ്റ് ക്യാരക്ടറിലൊന്നാണ്. അത് ഇപ്പോഴും അത് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള ക്യാരക്ടർ, ഒത്തിരി ലെങ്തി അല്ല. റസിയ എന്ന് പറഞ്ഞൊരു ജഗദീഷ് ചേട്ടന്റെ വൈഫായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം നമ്മളെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടർ ഭയങ്കര ഒരു കൊച്ചിയിലൊരു കോളനിയിലുള്ള ഒരു ഭയങ്കര പാവപ്പെട്ട വീട്ടിലൊരു മുസ്ലിം ക്യാരക്ടറാണ്. അപ്പം അരുൺ സാറിന്റെ ഡെബ്യൂട്ട് മൂവിയാണത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ ആളാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ കറപ്പിക്കണമല്ലോ, എത്ര ചെയ്ത് വന്നിട്ടും സാറ് പോരാ, ഡള്ളാക്കണം എന്നാ പറയുന്നത്.
അപ്പൊ അവസാനം ആള് ഞാൻ ഓർക്കുന്നുണ്ട് കൺമഷിക്കകത്താണ് ഫൗണ്ടേഷൻ മിക്സ് ചെയ്യുന്നത്. ഓക്കെ. എന്നോട് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന്, അത് ഓരോരുത്തരുടെ സ്കിന്നിന്റെ പ്രത്യേകതയാണ്, ഇതിങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും എന്റെ സ്കിന്ന്. ഓ, മേക്കപ്പ് എനിക്കൊന്ന് അബ്സോർബ് പാച്ചസ് പോലെ. ചെയ്യുന്നതുകൊണ്ടായിരിക്കാം കളർ ലൈറ്റ് ആയിട്ട് വരും. അപ്പൊ എന്നോട് അവസാനം ഓമനക്കുട്ടിച്ചേട്ടൻ പറഞ്ഞത് ഇനി എന്നെ കൊണ്ട് പറ്റില്ല, എന്റെ കൺമഷി തീർന്നു എന്നോട് പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ഈ ഡള്ളാക്കാൻ വേണ്ടി ഒരു ഷോൾ ഇടാൻ പറയും. മുസ്ലിം ക്യാരക്ടർ ആണല്ലോ. അപ്പൊ നമ്മൾ തട്ടുവിട്ട് വീട്ടിൽ നിൽക്കുകയാണല്ലോ നൈറ്റ് ഇട്ടിട്ട്. അപ്പൊ ഇവര് നമുക്ക് സെറ്റിൽ നിന്ന് കൊണ്ടുതന്ന കുറേ ഷോൾ ഉണ്ടായിരുന്നേ. അതെല്ലാം അവരിങ്ങനെ അലക്കി പഴയതൊക്കെയാണ്, പക്ഷെ സാർ അതിലൊന്നും സമ്മതിക്കുന്നില്ല, അത് പോരെന്നാ പറയുന്നത്. അവസാനം ശരിക്കും ആ വീട്ടിലെ ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മ ഇട്ടിരുന്ന ഷോൾ ഞാൻ ഉമ്മയോട് പോയി ചോദിച്ചു, ഉമ്മ എനിക്ക് ആ ഷോൾ തരാമെന്ന് ചോദിച്ചു. അപ്പൊ അത് തന്നു. അതിട്ട് പോയപ്പോ സാറ് പറഞ്ഞത് പക്കയാണെന്ന്. അങ്ങനെ ആ ക്യാരക്ടറിനെ പറ്റി എല്ലാ ഇന്റർവ്യൂവിലും സുരേഷ് ഗോപി സാർ പറഞ്ഞിരുന്നു. സാറിന് ഞാനതൊന്നും അറിയത്തില്ല, ഞാൻ വേറെ സിനിമകൾ ചെയ്തിട്ടൊന്നും അറിയത്തില്ല, കാരണം എന്നെ ക്യാരക്ടർ അല്ലാതെ സാറ് കണ്ടില്ലല്ലോ. ഞാൻ ഓപ്പോസിറ്റിൽ നിന്ന് അഭിനയിക്കുമ്പോൾ അപ്പൊ ആള് ഞാൻ എന്റെ പേരെന്താണ്, എന്റെ വേറെ സിനിമയിൽ അത്രയ്ക്കും ഒരു മേക്ക് ഓവർ ഉണ്ടായിരുന്നു ക്യാരക്ടറിന്. ഞാൻ പറഞ്ഞു സാറിന് അറിയത്തേയില്ല. അപ്പൊ പുള്ളി ഓർത്ത് എന്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ പുള്ളി ഇന്റർവ്യൂവിനെല്ലാം പറഞ്ഞു ഇങ്ങനെ ഒരു ആള് വന്നിരുന്നു, നന്നായി ചെയ്തു, ടാലന്റഡ്, ഇങ്ങനെ ആൾക്കാരോട് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇതിന്റെ പ്രിവ്യൂവിന് വേണ്ടി പോവാണേ. അപ്പം ഇങ്ങനെ സുരേഷ് ചേട്ടൻ കയറി വന്നു. ഞാനിങ്ങനെ പോയിട്ട് എന്നെ മനസ്സിലായോ? ഇല്ല. ഞാൻ പറഞ്ഞു ഇന്ന കർത്താവ് ഇതാണോ ശരിക്കുള്ള വിശ്വരൂപം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതെ, അത്രയ്ക്ക് ചേഞ്ച് ഉണ്ടായിരുന്നു പറയാം. സുരേഷ് എന്റെ ഫേവറേറ്റ് ക്യാരക്ടറാണ് ഇപ്പം. അപ്പൊ എല്ലാവരും സെറ്റിൽ എത്തനേക്കാളും മുൻപ് എത്തേണ്ടി വരുമായിരിക്കും അല്ലേ, കാരണം ഈ കരി മൊത്തം അങ്ങനെയില്ല. നമ്മളോട് ഇപ്പം ഇനിയിപ്പോ സമയം പറഞ്ഞു, നമ്മൾ ആ ദിവസം അവിടെ ഉണ്ടല്ലോ, ആ ദിവസം ചിലപ്പോൾ നമ്മൾ രാവിലെ മേക്കപ്പ് ഇട്ട് വൈകിട്ടായിരിക്കും ഷോട്ട് പോവാ. അപ്പൊ ഇവരിങ്ങനെ നമ്മൾ റെഡിയാക്കി വെക്കും. എന്നിട്ട് ആ വീടിനകത്തേക്ക് കയറി ചെന്നപ്പം ആണല്ലോ ഫൈനൽ ലുക്കിൽ സാറ് ഡയറക്ടർ കാണുന്നത്. അപ്പൊ സാറ് കറക്ഷൻസ് പറയും. അങ്ങനെ കുറച്ചും കൂടി ഡള്ളാവണം, കുറച്ചും കൂടി ഏജ് തോന്നിക്കണം, അങ്ങനെ ആ ക്യാരക്ടർ ആക്കുമല്ലോ അങ്ങനെ. പക്ഷെ അങ്ങനെ ആക്കും, ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡെപ്ത് ആയിട്ട് ഇമോഷണലി ഡെപ്ത് വേണ്ട ഒരു ക്യാരക്ടർ ആയിരുന്നു അതെ. അപ്പൊ ഒരു കോഴിക്കോട് സ്ലാങ് ഒക്കെ പിടിച്ചാണ് ചെയ്തത്. അപ്പൊ അത് തനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാൻ പറഞ്ഞിരുന്നു. അപ്പൊ അത് നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു ചില ക്യാരക്ടേഴ്സ് നമുക്കൊരു ഇഷ്ടം തോന്നുമല്ലോ, അങ്ങനെ ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടറാണത്. ഇപ്പൊ കുറെ സിനിമകൾ ചെയ്ത സ്ക്രിപ്റ്റ് നമുക്ക് നരേറ്റ് ചെയ്ത് തരുമല്ലോ നമ്മുടെ പോർഷൻ, അതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ആരുടെ ആയിരുന്നു? നമുക്കത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര രസമായിട്ട് തോന്നൂലേ നരേഷൻ കേൾക്കുന്നത്? പ്രേമലു ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള, കാരണം ഇങ്ങനെ ഒരു ലോജിക്കും ഇല്ലാതെ ഒരു സൈഡിലേക്ക് ഒരു ഭയങ്കര ഒരു മച്യൂരിറ്റി ഇല്ലാത്ത ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണല്ലോ ഞങ്ങള്. ഗേറ്റ് തൂങ്ങിക്കിടന്ന് ആടുന്ന കിട്ടിയവൻ കുരങ്ങാന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നില്ല റീൽസ് ഒക്കെ ചെയ്യുന്നത്. അങ്ങനത്തെ അത് കുറച്ച് താല്പര്യമുള്ളതായിട്ട് തോന്നിയിരുന്നു. പിന്നെ കുറച്ച് എന്ത് ആര് പറഞ്ഞാലും കേൾക്കുക അങ്ങനെയുള്ളൂ, നമുക്ക് ലോജിക്ക് ചിന്തിക്കാനൊന്നും ഉള്ളൊരു ക്യാരക്ടർ അല്ലായിരുന്നു അത്. അങ്ങനത്തെ ഒരു ചുമ്മാ സിമ്പിൾ ആയിട്ട് ചെയ്യാം, മോള് റീനു പറഞ്ഞാൽ അതുപോലെ ചെയ്യാം, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അതാണ് പിന്നെ തോന്നിയത്. പിന്നെ കുറച്ച് ഡെപ്ത് ആയിട്ടുള്ള ക്യാരക്ടർ തോന്നിയത് കള്ളനും ഭഗവതിയും. കണ്ടോന്നറിയില്ല സിനിമ? ഞാൻ കണ്ടിട്ടുണ്ട്. ആ സിനിമയ്ക്കകത്ത് കുറച്ച് ആത്മഹത്യ ചെയ്യുന്ന സീനൊക്കെ ഉണ്ട്. കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അങ്ങനെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് മദ്യമൊക്കെ കഴിച്ച് അങ്ങനെ പോകുന്നൊരു സീനുണ്ട്. അങ്ങനെ ചില ഇമോഷണലി കണക്ട് ആവുന്ന ചില സിനിമകള് ഉണ്ട്. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ചില സിനിമ, ബ്രോഡാഡിയിലെ ക്യാരക്ടർ ഭയങ്കര വലിയ സംഭവം ഒന്നുമില്ല, കുഞ്ഞു ക്യാരക്ടറാണ്. ആ സെറ്റ് ഭയങ്കര ലൈവ്ലി ആയിരുന്നു. ഹൈദരാബാദിലായിരുന്നു, കോവിഡ് ടൈം ആണല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 15 ദിവസം ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ഹൈദരാബാദില്. കാരണം ഈ ഷെഡ്യൂൾ ബ്രേക്ക് ഇടയ്ക്ക് നമുക്ക് പിന്നെ ഫ്ലൈറ്റ് എടുത്ത് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അവിടെ അങ്ങനെ ഭയങ്കര നല്ല രസമുള്ള ഒരു സെറ്റും അങ്ങനെയൊക്കെ. ഇപ്പൊ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കുന്ന പ്രേമലുവിനകത്ത് ഫുള്ള് പിള്ളേരാണ്. ആ ഒരു ഡിഫറൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഗിരീഷ് സാറിന്റെ ഒരു പ്രത്യേകത, അവിടെ എനിക്ക് സ്ക്രിപ്റ്റ് ഒന്നും ആർക്കും കൊടുക്കൂല, സംഭവം സാറിങ്ങനെ പറയുള്ളൂ. പിന്നെ സാറിങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും. ഭയങ്കര കൂളാണ്. സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മോണിറ്ററിൽ കാണുമ്പോഴും സാറ് ചിരിക്കും, പിള്ളേരും എല്ലാം ചിരിക്കും. അപ്പൊ ആരും അതിനകത്ത് അഭിനയിച്ചിട്ടില്ല ഓണസ്റ്റ്ലി പറഞ്ഞാല്. അതിനകത്ത് പാട്ട് സീനകത്തൊക്കെ ഞാൻ കൊച്ചിന് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു, വാരി കൊടുക്കുന്നത്, അതൊന്നും ശരിക്കും സീനിലുള്ളതല്ല. അവിടെ അടുത്തിരിക്കുമ്പോൾ നമ്മൾ നാച്ചുറലി ഒക്കെ വാരി കൊടുക്കുന്നതാണ്, സീനിന് വേണ്ടി ചെയ്തതേ അല്ല അതൊന്നും. അപ്പൊ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആരും അഭിനയിക്കുന്നില്ല, എല്ലാരും ജോളിയായിട്ട് ട്രിപ്പ് പോകുന്ന പോലെ. ജസ്റ്റ് ഇങ്ങനെ ഒരു നരേഷൻ തന്നിട്ട് നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോളം പറയുവാണ്. അപ്പൊ ചില പർട്ടിക്കുലർ ഡയലോഗ്സ് അതിനകത്ത് ഉണ്ടാവുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുമല്ലോ. അപ്പൊ ഇതെല്ലാരും അപ്പൊ അവര് ഭയങ്കര വൈബ്രന്റ് അല്ലേ, ആ എനർജി നമുക്കും കിട്ടും. പിന്നെ എല്ലാം കോമഡിയാണല്ലോ. അങ്ങനെ നസ്ലിനും മമിതയും മറ്റേ അവരൊക്കെ ഭയങ്കര സംഗീത പ്രതാപമൊക്കെ, ഈവൻ ഷാമിയൊക്കെ ആണല്ലോ. അത് പിള്ളേരായതുകൊണ്ട് അവർ ആ എനർജി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. ക്യാമറമാനും ക്രൂ ഒക്കെ ഭയങ്കര രസമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കും ആ എനർജി കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നു. ആരും അതിനകത്ത് അഭിനയിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ, എല്ലാരും ജീവിച്ച ഒരു സിനിമയാണ് പ്രേമലു. അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന സമയത്ത് മകൾ സിനിമ
മാഗി അതൊരു ഒരു അടിപൊളി ക്യാരക്ടറായിരുന്നു ജയറാമേട്ടന്റെ കൂടെ. എനിക്ക് തോന്നുന്നു എല്ലാ മെയിൻ സ്ട്രീം ആക്ടേഴ്സിന്റെ കൂടി അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ് സത്യം. അത് ജയറാമേട്ടന്റെ കൂടെ എന്നുള്ളതിന്റെ അപ്പുറത്ത് സത്യനന്ദിക്കാട് സാറിന്റെ സിനിമ മൂവിയായിരുന്നു. ശരിക്കും അന്നൊക്കെ എന്ന് വെച്ചാല് സത്യൻ സാറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ തന്നെ അഭിനയത്തിന്റെ PSC പരീക്ഷ പാസ്സാകുന്ന പോലെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാറിന്റെ സിനിമകളിലെ ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര ചൂസിയാണ്. KPSC മാം അങ്ങനെയൊക്കെ സാറിന് ചില പർട്ടിക്കുലർലി അത് അഭിനയിച്ച് തെളിഞ്ഞ ചില ക്യാരക്ടേഴ്സിനെ സാർ ഫിക്സ് ചെയ്യുന്നൊരു. അപ്പൊ സാറിന്റെ ഈ പറഞ്ഞ പോലെ ഞാൻ അയച്ചു കൊടുത്താണ് ഓഡിഷൻ ഞാൻ വിളിച്ചത്. അപ്പൊ സാറിനെ ഓഡീഷന് വിളിക്കുന്നത് കാക്കനാടാണ്. അപ്പൊ സാറുണ്ട്, സാറിന്റെ മോനുണ്ടല്ലോ അനൂപുണ്ട്, അവരൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ എന്നോട് പറഞ്ഞു തന്നെ കാണുമ്പോ എടോ ക്യാരക്ടറിനൊക്കെ ഇനി എങ്ങാണ് തന്നെ നേരിട്ട് കാണുമ്പോ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവ സെറ്റിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ സാർ ഭയങ്കര ഈ പറഞ്ഞ പോലെ സാറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് എല്ലാവരും അവിടെ ഇപ്പൊ ജയറാമേട്ടൻ വന്നാലും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇത് രഞ്ജിനിയാണ്, ഇന്ന സ്ഥലത്താണ് വീട്, ഇനി ഇന്നതുപോലെയാണെന്ന് പറഞ്ഞ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കും. അങ്ങനെ അത്രയും എന്താണ് പറയാ അത്രയും സിനിമകൾ ചെയ്ത ഒരു ആളാണല്ലോ. ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ് സത്യൻ സാറ്. ഭയങ്കരമായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഈ ഇത്ര ചെറിയ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാരെ സാർ കൺസിഡർ ചെയ്യും. ഓരോ സിനിമകളും നമുക്ക് ഓരോ അനുഭവങ്ങളാണ്. അപ്പൊ സത്യൻ സാറിന്റെ സിനിമ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റിൽ അത് പോയി ചെയ്തത്. ബട്ട് അപ്പാരന്റ്ലി സിനിമ ഹിറ്റായില്ല. അത് ഭയങ്കര സങ്കടമായി പോയി ശരിക്കും പറഞ്ഞാൽ. അല്ലെ ഒരു പക്ഷെ അതിലൊരു ബ്രേക്ക് കിട്ടിയാനായിരുന്നു, ക്യാരക്ടർ ബ്രേക്ക്. കാരണം അതുപോലെയുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. മാഗീനെ എങ്ങനെ പറഞ്ഞല്ലേ? എന്തായിരുന്നു മാഗീനെ എങ്ങനെ എന്നോട് വിളിച്ചപ്പോ തന്നെ സാറ് പറഞ്ഞിരുന്നു ഇതൊരു ആംഗ്ലോ ഇന്ത്യൻ ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ പറഞ്ഞിരുന്നു. എന്നിട്ട് പക്ഷെ ഇവിടെ ഒരാളെ ഇഷ്ടപ്പെട്ട് വന്ന് വിവാഹം കഴിച്ചതാണ്. അപ്പൊ അയാളുടെ ലൈഫിനോട് നമ്മൾ ഇങ്ങനെ സെറ്റ് ഓൺ ചെയ്ത് പോകുന്ന ഒരാളാണ് അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ മുടി ഇപ്പൊ ആള് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രൗൺ സ്പ്രേ ഒക്കെ അടിച്ചു. സിനിമയിൽ അത് കറുത്ത മുടിയാറിന് അത്ര വർക്കൗട്ട് ആയില്ല. പിന്നെ പെർമനന്റ് കളർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മുടി ഡാമേജ് ആയി പോകും, വേണ്ടെന്ന് സാർ തന്നെ പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ നമുക്ക് മോഡേൺ ആയിട്ടുള്ള വേഷം ഇടാം. പിന്നെ സാറൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന പോലെ ചെയ്യണമെന്നൊന്നും പറയത്തില്ല. ഇത് സാറൊക്കെ ആണല്ലോ അതെ. ഇപ്പൊ ഈ ദൃശ്യത്തിലെ ആ മാനറിസം എല്ലാം നമ്മൾ കൈന്നിടുന്നതാണ്. ഒരു കറക്ഷനും സാറ് പറയത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. സത്യൻ സാറിന്റെ സെറ്റും അങ്ങനെയാണ്. ഇന്നതുപോലെ തന്നെ ചെയ്യണം എന്നൊന്നും നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് ഫ്രീ ആയിട്ട് അഭിനയിക്കാം. ഡയലോഗ്സും അങ്ങനെയാണ്. ആ സംഭവം സ്ക്രിപ്റ്റ് നമുക്ക് നമ്മൾ പറയണം. പക്ഷെ നമ്മുടെ മാനറിസം ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ സൈക്കോളജിസ്റ്റ് പല സമയത്തും പലയിടത്താ ഇരിക്കുന്നത്. ചില സീനിലൊക്കെ ഞാൻ ഇങ്ങനെ മുഖം മറച്ചു വെച്ചിട്ടുണ്ട് ആ കൊച്ചിനെ കേൾക്കുമ്പോ, വീണ പറയുന്ന സമയത്ത്. പക്ഷെ സാർ അതിനൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഷാജോൻ ചേട്ടനും വന്ന് നമ്മളെ ചെയ്യുന്ന ഒരു സീൻ ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ എന്റെ കയ്യിലൊരു ഡയറി ഉണ്ടായിരുന്നു, ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന ഡയറി. നാച്ചുറലി എങ്ങനെ വരുന്ന ഒരു എഞ്ചിനി അങ്ങനെ ചെയ്തോളാനാ പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹം വന്ന് ഇങ്ങനെ ചെയ്ത സമയത്ത് ഞാൻ ഈ ഡയറിയിൽ മുറുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു സീൻ കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു സാറേ ഡയറി എന്റെ കയ്യിൽ പോയില്ല. പോകണ്ട, തനിക്ക് നാച്ചുറലി പോവാത്തല്ലേ, പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വേറെ ആണെങ്കിൽ അയ്യോ അത് താഴെ പോയില്ലോ, ഇത്രയും വലിയ അഹളം അടിച്ചു വന്നിക്കത്തില്ലേ. സാർ അങ്ങനെയൊന്നും പറയത്തില്ല. ആർട്ടിസ്റ്റിന് അത്രയ്ക്കും ഫ്രീഡം തരും. അങ്ങനെ സത്യൻ സാറും അങ്ങനെ ഒരാളാണ്. ഇപ്പൊ നമ്മളോട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ നിങ്ങളുടെ ഇഷ്ടത്തിന് പറയുന്ന സമയത്ത് നമ്മൾ പ്രിപ്പറേഷന് വേണ്ടി നിൽക്കാറുണ്ടോ, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുമോ ആ ക്യാരക്ടറിന് വേണ്ടി? അങ്ങനെയില്ല. നമുക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ഇപ്പൊ ഷാജോൻ ചേട്ടൻ, ഞാനിപ്പോ ഒരു ബീങ് എ സൈക്കോളജിസ്റ്റ്, ഞാനിങ്ങനെ ഇരിക്കുവാണ്. എന്റെ പേഷ്യന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റി ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. സോ അവരുടെ ഒരു ഫയലോ കാര്യങ്ങളോ ഞാൻ കൊടുക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അയാളിപ്പോ ആരാണെന്ന് പറഞ്ഞാലും ഐ എം നോട്ട് സപ്പോസ് ടു ഗീവ് ദാറ്റ് അവേ. അപ്പം നമ്മളങ്ങനെ റെസ്പോൺസിബിലിറ്റി ഇരിക്കുകയാണ്. അപ്പൊ അയാൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്നെ വന്ന് ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ഉണ്ടാകുന്ന ഒരു പകപ്പ്, ഇപ്പൊ ഞാൻ ശരിക്കും സൈക്കോളജിസ്റ്റ് ആണ് എങ്ങനെ ആയിരിക്കും രഞ്ജിനി, ഞാൻ ശരിക്കും ഡോക്ടർ ആണെങ്കിൽ അങ്ങനെയാ. ഇപ്പൊ എല്ലാ ക്യാരക്ടറിലും അങ്ങനെയാണ്. ഇപ്പൊ അങ്ങനെ ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാളാണ്, അവിടുത്തെ കുഞ്ഞിനെ കാണാതെ പോയി എന്ന് പറയുമ്പോൾ ആളൊരു ടെൻഷൻ, നമ്മളെ പ്ലേസ് ചെയ്യുന്നതാണ്. ചിലയിടത്ത് നന്നായിട്ട് വർക്കാവും, ചിലയിടത്ത് അവർ പറയും അങ്ങനെ പറ്റില്ല, അവര് പറയുന്ന പോലെ വേണമെന്ന് പറയും. അപ്പൊ നമ്മൾ അങ്ങനെ അവര് പറയുന്ന പോലെ ചെയ്തു കൊടുക്കും. അങ്ങനെ ഇപ്പൊ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഒരു ബുദ്ധിമുട്ടുള്ള ക്യാരക്ടർ ഏതായിരുന്നു ചെയ്തപ്പോഴത്തേക്കും, കുറച്ച് അതിലേക്ക് അഡാപ്റ്റ് ആവാൻ ബുദ്ധിമുട്ടുള്ളത്? എനിക്ക് തോന്നുന്നു നമ്മള് ഒരുപാട് പ്രതീക്ഷിച്ച് ചില സിനിമകൾ നമ്മൾ ചെയ്യും. ചിലപ്പോൾ അത് നമുക്ക് അത്ര എക്സ്പോഷർ തരൂല. അത്ര ടഫായിട്ടുള്ള എനിക്കൊന്ന് സോഫാർ എനിക്ക് അങ്ങനെ ഒരു നമ്മൾ ആഗ്രഹിച്ച ക്യാരക്ടേഴ്സ് ഒന്നും, അതായത് എക്സ്ട്രീംലി നമുക്ക് അങ്ങനെ മൈന്യൂട്ടായിട്ട് അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ് റസിയ. റസിയയ്ക്ക് കുറച്ച് ഇമോഷണൽ ബോണ്ട് ഉണ്ടായിരുന്നു. റസിയ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചൊരു റിസൾട്ട് എനിക്ക് തരികയും ചെയ്തു. എന്നെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യപ്പെടാത്ത എനിക്ക് വിഷമമില്ല, കാരണം ഞാൻ അത്രമേൽ മാറിയിട്ടുണ്ട്. ഒരാൾക്കും അത് എന്നെയും റസിയയും കമ്പയർ ചെയ്യാൻ പറ്റില്ല മൊത്തത്തിൽ ഞാൻ. അപ്പൊ അങ്ങനെ മാറി ചെയ്യുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നത്. അപ്പൊ എനിക്കൊന്നു അത് തന്നെയാണ് അങ്ങനെ ഒരു
ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ക്യാരക്ടർ. കാരണം റസിയ. മുസ്ലിം ക്യാരക്ടർ അതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. അവരുടെ ഒരു ലാംഗ്വേജ് വരണം, അവരുടെ സ്ലാങ് വരണം, ഈ സങ്കടം എല്ലാം വരണം. പോലീസുകാരെ കാണുമ്പോൾ നമുക്കൊരു പുച്ഛവും ദേഷ്യവും എല്ലാം ഉള്ളിലുണ്ട്. അങ്ങനെ അങ്ങനെ എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത്, പിന്നെ നമ്മുടെ ഹസ്ബൻഡിന് ഇങ്ങനെ എന്താണ് പറയാ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു എന്താണ് പറയാ ഫൂളാക്കപ്പെട്ടു, അതിന്റെ എല്ലാം ഒരു സങ്കടം നമ്മൾ താങ്ങുന്ന ഒരു ക്യാരക്ടറാണ് അത്. അങ്ങനെ അങ്ങനെ ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്. അഞ്ചാം പതിരയിലുണ്ട്. അതായിരുന്നു ശരിക്കും ഫസ്റ്റ് മൂവി അതാണ്. പക്ഷെ Shoot അതിനകത്ത് ഡയലോഗ് കഴിഞ്ഞത്. ഒന്നുമില്ല. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അപ്പം അഞ്ചാം പാതിര ചെയ്യുന്ന സമയത്ത് അന്ന് എനിക്ക് സെറ്റിൽ പോയാല് ഈ ഡയറക്ടർമാരോട് സംസാരിക്കണമെന്ന് പോലും ഓണസ്റ്റ്ലി അറിയത്തില്ല. അപ്പൊ ഞാൻ മിഥുൻ സാറിനോട് സംസാരിച്ചിട്ടേ ഇല്ല. മിഥുൻ സാറിനോട് സംസാരിച്ചിട്ടില്ല, ക്യാമറാമാനോട് സംസാരിച്ചിട്ടില്ല. കാരണം നമുക്ക് സെറ്റിലെ റൊട്ടീൻ അറിയത്തില്ല. അന്ന് എനിക്ക് ഗ്രീസിന് പോകേണ്ട ഫ്ലൈറ്റ് ആണ് ശരിക്കും പറഞ്ഞ, വൈകിട്ട്. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് വഴിയായിട്ട് അഞ്ചാം പാതിര ചെയ്യാൻ പോകുന്നത്. കളക്ടർ അല്ലായിരുന്നു. രാവിലെ വന്ന് 1 മണിക്കൂർ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. സത്യത്തിൽ രാവിലെ 7:30 പോയിട്ട് വൈകുന്നേരം 5:30 ആ ഷോട്ട് എടുക്കുന്നത്. എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. അപ്പൊ ഇങ്ങനെ ഡയലോഗ് ഇല്ലെന്നൊന്നും ആൾക്കും എന്നെ റെഫർ ചെയ്ത അബി എന്ന് പറഞ്ഞ ഒരാളാണ്. അഭിലാഷിനും അറിയത്തില്ല. ഇങ്ങനെ ഒരു ക്യാരക്ടറിന് ഒരാൾ വേണം എന്ന് മാത്രമേ. നല്ല ക്യാരക്ടറാണെന്നാണ് അഭിലാഷിനോട് പറഞ്ഞിരിക്കുന്നത്. പാവ അഭിലാഷ് അത് പറഞ്ഞാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ പോയിരുന്നു. പക്ഷെ അതിനകത്തൊരു ഭയങ്കര സന്തോഷം തോന്നിയ കാര്യം, ഞാൻ മിഥുൻ സാറിനോട് സംസാരിച്ചത് പോലുമില്ല. പക്ഷെ എനിക്കൊന്ന് 4 or 5 എന്നെ തന്നെ സൂം ചെയ്തിട്ടുണ്ട് സാർ, എന്റെ ഇമോഷൻസ് എടുത്തിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് മിണ്ടിട്ടൊന്നും അല്ല പോകുന്നത്. ഞാൻ കഴിഞ്ഞപ്പോ തന്നെ ഫ്ലൈറ്റിന് പോകാൻ സമയമായതുകൊണ്ട് ഓടി ഞാൻ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞ് സാർ ഒരു സിനിമ ചെയ്തു. ഇറങ്ങിയിട്ടില്ല സിനിമ. ആ സിനിമ തൊടുപുഴയാ ഷൂട്ട് നടക്കുന്നത്. അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടി സാറിനെ ഡയറക്റ്റ് വിളിച്ചു. എടോ ചെറിയൊരു സീനാണ്, പക്ഷെ എനിക്ക് തന്റെ ഇമോഷൻസ് കിട്ടണം, അങ്ങനെ പറഞ്ഞിട്ട് സാറിനെ ഡയറക്റ്റ് വിളിച്ചു. അപ്പം ഞാൻ പോയിട്ട് ആ സിനിമ ചെയ്തു. വെള്ളിയാഴ്ച ഒരു നല്ല ദിവസം എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ടില്ല. ഇന്ദ്രൻ ചേട്ടന്റെ ഭാര്യയായിട്ടായിരുന്നു ഇറങ്ങിയ നല്ലൊരു സിനിമയായിരുന്നു അത്. ഇന്ദ്രൻ ചേട്ടൻ അതിഭയങ്കരമായി ചെയ്തൊരു സിനിമ. അങ്ങനെ സ്ക്രീൻ സ്പേസ് ഭയങ്കര ഒരു സംഭവമാണ്. അദ്ദേഹത്തെ അഭിനയിക്കുന്ന കാണുന്ന തന്നെ ഒരു കലയാ ശരിക്കും പറഞ്ഞ. പക്ഷെ ആ സിനിമ ഇറങ്ങിയില്ല. പാതിയിൽ എനിക്കൊന്ന് എന്തുകൊണ്ടോ പ്രൊഡക്ഷൻ നിന്നുപോയി. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞ അന്നേരം മിഥുൻ സാറിന്റെ കൂടെ 2ാമത് സിനിമ ചെയ്തു. പക്ഷെ ആ സിനിമ വന്നില്ല. അതുപോലെ ഓടും കുതിര ചാടും കുതിര, അതോടെ പറയണമെന്ന് തോന്നുന്നു നമുക്ക്. അത് ഈ പറഞ്ഞ ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു സിനിമയായിരുന്നു. അൽതാഫ് സാറ് വിളിച്ചതിന്റെ കാരണം ഞങ്ങൾ പ്രേമിലു ഒരുമിച്ച് അഭിനയിച്ചാണല്ലോ. അപ്പൊ പോയിട്ട് വന്നപ്പോ സാറിന് ഇങ്ങനെ സിനിമ ഉണ്ടെന്ന് സെറ്റിൽ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനും ഗോപേട്ടനും എന്റെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ച അദ്ദേഹം കൂടെ പറഞ്ഞിരുന്നു സിനിമ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ സാർ അത് വിളിച്ചു. അത് ഈ പറഞ്ഞ പോലെ 7 ദിവസം എനിക്കൊന്ന് ഉണ്ടായിരുന്നു ഷൂട്ട്. 2 ദിവസം ബാംഗ്ലൂരും ബാക്കി കൊച്ചിയിലുമായിരുന്നു. ഇപ്പൊ സുധീരേട്ടന്റെ വൈഫായിട്ട്. അപ്പോൾ ഫഹദിനെ പോലെ ഒരു ആക്ടറിന്റെ കൂടെ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഡ്രീം ആണല്ലോ. ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷൻ അതൊക്കെ ഭയങ്കര നല്ല. ഐ ഡോണ്ട് നോ വാട്ട് റിയലി വെന്റ് റോങ് വിത്ത് ദാറ്റ് മൂവി. എല്ലാം നല്ലതായിരുന്നു. എല്ലാം നല്ല പ്രൊഡക്ഷനും ഡിറക്ഷനും എല്ലാം, ഈ ആർട്ടിസ്റ്റുകളും ഒക്കെ. ചില സിനിമകൾക്ക് അങ്ങനെ ഒരു ഫെയ്റ്റ് ഉണ്ടല്ലോ. മേ ബി ദാറ്റ് വാസ് വൺ ഓഫ് ദാറ്റ് കൈൻഡ്. ഒരു ഫീൽ ഗുഡ് മൂവി എന്നുള്ള രീതിയിൽ അത് ഭയങ്കര സക്സസ് ആവും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ആ കോമഡി എല്ലാം ഞങ്ങൾക്ക് സെറ്റിൽ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിരുന്നു. അതായത് എല്ലാരും ചിരിയും ഒക്കെ ആയിരുന്നു. പക്ഷെ സ്ക്രീനിൽ അത് എന്തുകൊണ്ടോ അത്രയ്ക്ക് വർക്കൗട്ട് ആയില്ല. നമ്മളൊരു എക്സ്പെക്ടേഷനിൽ ചെയ്യുന്നു, അത് പ്രേക്ഷകർ എങ്ങനെ എടുക്കുന്നു, അതാണ് അതിന്റെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ഭയങ്കര എക്സ്പെക്ടേഷനിൽ ചെയ്തൊരു ക്യാരക്ടറായിരുന്നു അത്. ഇപ്പോഴും പേഴ്സണൽ ഫേവറേറ്റ് ഏതാന്ന് ചോദിച്ചാൽ ദൃശ്യം തന്നെ ആയിരിക്കും. ദൃശ്യം ഒബ്വിയസ്ലി. ഞാനെന്ന് പറയുന്ന സിനിമ മോഹം പൂർത്തീകരിക്കുന്ന ഒരു സിനിമ അതാണ്. ഇപ്പൊ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു സിനിമ തന്നെയാണ്. ഓൾ ടൈം ഫേവറേറ്റ്. ഇനി ഏതാ ഇറങ്ങാനുള്ള സിനിമ? ഇനി 2-3 സിനിമകൾ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. ദൃശ്യം ഇറങ്ങുന്നതിന് മുമ്പ് ബേബി ഗേൾ ഉണ്ടായിരുന്നു. കണ്ടോന്നറിയില്ല സിനിമ. ബേബി ഗേളിലെ നല്ല ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് അമ്മ. അത് നല്ല ആയിരുന്നു. അങ്ങനെ ഇനി 1-2 സിനിമകൾ, ഒരു തമിഴ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്നും പറയാൻ എനിക്കിപ്പോ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ പറയാൻ സിനിമ തന്നെയാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ. ഇനി സിനിമ തന്നെയാണ്. അതെ അതെ അതെ. വേറെന്തെങ്കിലും? ഞാൻ IELTS പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഇപ്പൊ ആദ്യമായിട്ടാണ് പോകുന്നത്. ലെറ്റ്സ് ടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ നെക്സ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോൾ. അത് എനിക്ക് അത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ദൃശ്യം കഴിഞ്ഞപ്പം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര്, പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ മെസ്സേജ് അയച്ചു. ഈ ലൈഫിൽ ഇങ്ങനെ ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അല്ലെങ്കിൽ ഇമോഷണലി ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഈ ഡോക്ടർ രഞ്ജിനിയെ പോലെ ഒരു ഡോക്ടർ ശരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ സംസാരിക്കാനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി വേഗം റിക്കവർ ആകുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഐ തോട്ട് ലൈക്ക് സംതിങ് ടു സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. ലെറ്റ്സ് ടോക്ക് എന്നാണ് അതിന്റെ പേര്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു നെക്സ്റ്റ് വീക്ക്. അത്
തുടങ്ങാൻ പോവാണ്. ഓക്കെ, ദൃശ്യത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു സംഭവം കൂടെ വരാൻ അതെ 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 നോക്കാം, നമുക്ക് പരീക്ഷിക്കാം അത് സക്സസ് ആവും, ആർക്കെങ്കിലും ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെ. ഗുണം ഉണ്ടാവട്ടെ. അപ്പൊ ഇനി എന്തായാലും കണ്ടതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച് ഇവിടെ വന്നതിന്. താങ്ക് യു സോ മച്ച് എന്നെ ക്ഷണിച്ചതിന്. താങ്ക് ഓക്കെ, യു ഇനി നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ, എല്ലാവിധ സക്സസും ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.